Dear students, in the previous classes, we have already learned about the heating effects of electric current. And in today's class, we are going to learn about the lighting effects of electric current. The devices which produce light energy from electrical energy are called lamps. ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് ലൈറ്റ് എനർജി ഉണ്ടാക്കുന്ന ഡിവൈസുകളെ ജനറലി നമ്മൾ വിളിക്കുന്നത് ലാംപ്സ് എന്നാണ്. There are mainly three types of lamps, which are incandescent lamps, discharge lamps and LED lamps. അപ്പോൾ മൂന്ന് ടൈപ്പ് ലാംപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് incandescent lamps, second one is called discharge lamps, and third type of lamps are called LED lamps. We already knows what incandescent lamps are. The above picture is that of an incandescent lamp. മുകളിൽ കാണിച്ചിരിക്കുന്ന ചിത്രം ഒരു ഇൻകാൻഡസെൻറ്റ് ലാമ്പിൻ്റെതാണ്. നമ്മുടെ വീടുകളിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ബൾബ് എന്ന പേരിൽ നമ്മൾ പറയുന്ന ഈ ഒരു ഡിവൈസിനെയാണ് ഇൻകാൻഡസെൻറ്റ് ലാംപ്സ് എന്ന് പറയുന്നത്. From the picture itself, we can see that the main parts of an incandescent lamp are a glass cover, a copper wire, and a filament which is made of a metal called tungsten. സോ ഒരു ഇൻകാൻഡസെൻറ്റ് ബൾബിൻ്റെ അല്ലെങ്കിൽ ഇൻകാൻഡസെൻറ്റ് ലാമ്പിൻ്റെ പ്രധാന പാർട്സ് ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് കവർ, സാധാരണയായി നമ്മൾ ബൾബ് എന്ന് വിളിക്കുന്ന റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് കവർ, പിന്നീട് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോപ്പർ വയർ ആൻഡ് എ തിൻ ഫിലമെൻറ്റ്, വളരെ കട്ടി കുറഞ്ഞ നേർത്ത ഫിലമെൻറ്റ് വിച്ച് ഈസ് മെയ്ഡ് ഓഫ് എ മെറ്റൽ കോൾഡ് ടങ്സ്റ്റൺ. സോ ഇൻകാൻഡസെൻറ്റ് ലാമ്പുകളിൽ ഫിലമെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റൽ ടങ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു മെറ്റലാണ്. ദ വേർഡ് ഇൻകാൻഡസെൻറ്റ് മീൻസ് ഗ്ലോയിങ് വിത്ത് ഹീറ്റ്. വളരെയധികം ചൂടായ ശേഷം തിളങ്ങുക എന്നർത്ഥം വരുന്ന ഗ്ലോയിങ് വിത്ത് ഹീറ്റ് എന്നതാണ് ഇൻകാൻഡസെൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. സോ ഒരു ഇൻകാൻഡസെൻറ്റ് ബൾബിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫിലമെൻറ്റ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി കാരണം വളരെയധികം ചൂടാവുകയും ആ എക്സ്ട്രീം ഹോട്ട് കണ്ടീഷൻ കാരണം അത് ലൈറ്റ് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു ഇൻകാൻഡസെൻറ്റ് ലാമ്പിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ വളരെ നന്നായി പെട്ടെന്ന് തന്നെ ചൂടാവുകയും ചൂടായ ശേഷം വളരെ നന്നായി ലൈറ്റ് എമിറ്റ് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു മെറ്റീരിയൽ ആയിരിക്കണം. സോ വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ദ മെറ്റീരിയൽ യൂസ്ഡ് ടു മേക്ക് ഫിലമെൻറ്റ് ഇൻ ആൻ ഇൻകാൻഡസെൻറ്റ് ബൾബ് ഈസ് ടങ്സ്റ്റൺ. സോ വൈ ടങ്സ്റ്റൺ? എന്തുകൊണ്ട് ടങ്സ്റ്റനെ തന്നെ ഫിലമെൻറ്റിൻ്റെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അടുത്ത പോർഷനിൽ പഠിക്കാൻ പോകുന്നത്. Let's see the properties of tungsten which makes it suitable to be used as a filament in incandescent lamps. Those are already given in the video, which are high resistivity, high melting point, high ductility, and ability to emit white light in white hot conditions. For any material to glow with heat, it should have high resistivity. So tungsten is a material which has high resistivity. So the next point is high melting point. വളരെ നേർത്ത ഫിലമെൻ്റ് വയർ ആയതുകൊണ്ട് തന്നെ ചൂടാകുമ്പോൾ പെട്ടെന്ന് ഉരുകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഉരുകി പൊട്ടിപ്പോവാത്ത ഒരു മെറ്റീരിയൽ ആയിരിക്കണം. സോ ടങ്സ്റ്റൺ ഈസ് എ മെറ്റീരിയൽ വിച്ച് ഹാസ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ് ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ഹാവ് ഹൈ ഡക്റ്റിലിറ്റി. And the main point is the ability to emit white light in white hot condition. So these four are the properties of tungsten which makes it an ideal material to be used as a filament in incandescent bulbs. But we are not using incandescent bulbs now. ഇപ്പോൾ നമ്മൾ ഒരിക്കലും ഇൻകാൻഡസെൻറ്റ് ബൾബുകൾ നമ്മുടെ വീടുകളിലൊന്നും ഉപയോഗിക്കാറില്ല. ബിക്കോസ് ഇറ്റ് ഹാസ് സർട്ടൻ ഡിസ്അഡ്വാൻറ്റേജസ്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് പോരായ്മകളുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വീടുകളിലൊന്നും അത് ഉപയോഗിക്കാത്തത്. ലെറ്റ്സ് സീ വാട്ട് ആർ ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇൻകാൻഡസെൻറ്റ് ലാംപ്സ്. ഫസ്റ്റ് വൺ ഈസ് ലോസ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഇൻകാൻഡസെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ചൂടായിട്ട് ഗ്ലോ ചെയ്യുക എന്നാണ് അർത്ഥം.
അതുകൊണ്ട് വളരെയധികം ഹീറ്റ് അതിൽ നിന്ന് പുറത്തേക്ക് വിടുമെന്ന് നമുക്ക് തന്നെ അറിയാം. സോ ഫസ്റ്റ് വൺ ഈസ് ലോസ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. സെക്കൻഡ് വൺ ഈസ് ലോ എഫിഷ്യൻസി. അതിൻ്റെ അകത്തേക്ക് എടുക്കുന്ന കറണ്ട് പകുതിയും ഹീറ്റായി പുറത്തേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ എഫിഷ്യൻസി വളരെ കുറവായിരിക്കും എന്ന് നമുക്കറിയാം. തേർഡ് വൺ ഈസ് ലെസ് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. നമുക്കറിയാം ഒരു ട്യൂബിനെയോ അല്ലെങ്കിൽ ഒരു LED-യെയോ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഇൻകാൻഡസെൻറ്റ് ബൾബിൽ നിന്ന് വരുന്ന ലൈറ്റ് വളരെ മങ്ങിയ പ്രകാശമായിരിക്കും അല്ലേ, ലോ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ആയിരിക്കും. സോ ദീസ് ത്രീ ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻകാൻഡസെൻറ്റ് ലാംപ്സ് വിച്ച് ആർ ലോസ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്, low efficiency and less intensity of light produced by incandescent lamps. That's all with the incandescent lamp. അപ്പോൾ incandescent lamp എന്നുള്ള സെക്ഷനിൽ നമ്മൾ ഇത്രയേ കാണാനുള്ളൂ. So let's see the next type of lamps which are discharge lamps. നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിച്ച് വരുന്ന ട്യൂബ് എന്ന് പറയുന്ന ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് ലാംപ്സും അതേപോലെ CFL എന്ന് വിളിക്കുന്ന ഈ ടൈപ്പ് ഓഫ് ലാംപ്സ് ഒക്കെ ഡിസ്ചാർജ് ലാംപ്സിന് എക്സാമ്പിളാണ്. ലെറ്റ് സി വാട്ട് ആർ ഡിസ്ചാർജ് ലാംപ്സ്. ഡിസ്ചാർജ് ലാംപ്സ് ആർ ഫിറ്റഡ് വിത്ത് 2 ഇലക്ട്രോഡ്സ്. നമുക്കറിയാവുന്ന പോലെ ട്യൂബിൻ്റെ രണ്ടറ്റത്തായിട്ട് 2 ഇലക്ട്രോഡുകൾ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ഒരു ഗ്യാസ് ഫിൽ ചെയ്തിട്ടുണ്ടാവും. യൂഷ്വലി മെർക്കുറി ഈസ് യൂസ്ഡ് to fill as a gas in the discharge tubes. So they emit light as a result of electric discharge through gas filled in the tubes. ഈ ഇലക്ട്രോഡുകളുടെ ഇടയിലൂടെ ലോ പ്രഷറിൽ ഗ്യാസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് ഡിസ്ചാർജ് നടക്കുകയും അതിൻ്റെ കാരണമായിട്ട് they emit light as a result of electric discharge through gas filled in the tubes. Let's see the working of discharge tubes in detail. നമുക്ക് എങ്ങനെയാണ് ഡിസ്ചാർജ് ട്യൂബിലുള്ള വർക്കിംഗ് എന്ന് കൃത്യമായിട്ട് നോക്കാം. അറ്റ് ഹൈ വോൾട്ടേജ് gas molecules inside the discharge tubes gets excited and when they come back to original state for stability they emit the stored energy in the form of light. നമുക്കൊരു ഡിസ്ചാർജ് ട്യൂബിൻ്റെ അകത്ത് ഒരു ഗ്യാസ് ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. യൂഷ്വലി മെർക്കുറിയാണ് ഫിൽ ചെയ്ത് വെക്കാറ്. ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഹൈ വോൾട്ടേജ് ഉള്ളത് കൊണ്ട് ഈ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ എനർജി പെട്ടെന്ന് കൂടുകയും അവരൊരു എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഹൈ എനർജി സ്റ്റേറ്റിലേക്ക് മാറുകയും ചെയ്യും. അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ എനർജി കൂടുന്നു. പക്ഷേ ഗ്യാസ് മോളിക്യൂൾസിന് അധിക സമയം ആ ഹൈ എനർജി സ്റ്റേറ്റ് നിൽക്കാൻ പറ്റില്ല. സ്റ്റെബിലിറ്റിക്ക് വേണ്ടി അവർ വീണ്ടും പഴയ ലോ എനർജി സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഹൈ എനർജി പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദ എക്സസ് എനർജി ഈസ് റിലീസ്ഡ് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. ഈ പുറത്തേക്ക് വിടുന്ന അധികമായിട്ടുള്ള എനർജി ലൈറ്റിൻ്റെ ഫോമിലാണ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്. ആൻഡ് വിച്ച് ഈസ് ദ വർക്കിംഗ് ഓഫ് ഡിസ്ചാർജ് ലാംപ്സ്. ആൻഡ് നൗ ലെറ്റ്സ് സീ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഡിസ്ചാർജ് ലാംപ്സ്. ഡിസ്ചാർജ് ലാംപ്സിന് ഇൻകാൻഡസെൻറ്റ് ലാംപ്സിനെ അപേക്ഷിച്ചിട്ട് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത് എന്ന് ഒന്ന് നോക്കി നോക്കാം. ഹൈ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കമ്പയർഡ് ടു ഇൻകാൻഡസെൻറ്റ് ലാംപ്സ്. നമുക്കറിയാം ബൾബിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ CFLനും ട്യൂബിനൊക്കെ വളരെ ഹൈ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ആണുള്ളത്. സെക്കൻഡ് വൺ ഈസ് ലെസ് എനർജി ലോസ് കമ്പയർഡ് ടു ഇൻകാൻഡസെൻറ്റ് ലാംപ്സ്. കാരണം ഫിലമെൻറ്റ് ഇല്ലാത്തത് കൊണ്ട്, ലോസ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ഇല്ലാത്തത് കൊണ്ട് ലെസ് എനർജി ലോസാണ് നമ്മുടെ ഇൻകാൻഡസെൻറ്റ് ലാമ്പിനെ അപേക്ഷിച്ചിട്ട് ഡിസ്ചാർജ് ലാമ്പുകൾക്കുള്ളത്. തേർഡ് പോയിൻറ്റ് ഈസ് ലോങ് ലൈഫ് ടൈം കമ്പയർഡ് ടു ഇൻകാൻഡസെൻറ്റ് ലാമ്പ്. നമുക്കറിയാം ഒരു ബൾബിനൊക്കെ അപേക്ഷിച്ചിട്ട് CFLനും ട്യൂബിനൊക്കെ കുറച്ചധികം ലോങ്റ്റിവിറ്റി അല്ലെങ്കിൽ ലോങ് ലൈഫ് ടൈം ഉണ്ട് അല്ലേ. സോ ദീസ് ആർ ദ 3 അഡ്വാൻറ്റേജസ് ഓഫ് ഡിസ്ചാർജ് ലാംപ്സ് വിച്ച് ആർ ഹൈ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, ലെസ് എനർജി ലോസ് ആൻഡ് ലോങ് ലൈഫ് ടൈം വിച്ച് ആർ ഓൾ കമ്പയർഡ് ടു ഇൻകാൻഡസെൻറ്റ് ലാംപ്സ്. Even though discharge lamps has many advantages, it is not used in our households now. നമ്മുടെ വീടുകളിലൊന്നും ഇപ്പോൾ CFLകളോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ട്യൂബുകളോ ഉപയോഗിക്കാറില്ല. ഇപ്പോൾ അതെല്ലാം മാറി LED ബൾബുകളും ട്യൂബുകളുമാണ് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ അതിന് എന്തൊക്കെയോ ഡിസഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഡിസ്ചാർജ് ലാംപ്സ് ഇപ്പോൾ ഉപയോഗിക്കാത്തത് അല്ലേ. എന്തൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത് മെർക്കുറി വേപ്പേഴ്സാണ്. മെർക്കുറി ഈസ് എ കെമിക്കൽ സബ്സ്റ്റൻസ് വിച്ച് ഈസ് ഹാംഫുൾ ടു ദ എൻവയോൺമെൻറ്റ് ആൻഡ് ഓൾസോ ടു ദ ഹ്യൂമൻ ബോഡി.
സിൻസ് ദേ കണ്ടെയ്ൻ മെർക്കുറി ഇൻ ദം ദേ ആർ ഹാംഫുൾ ടു എൻവയോൺമെൻറ്റ്. നമ്മൾ ഉപയോഗശേഷം CFLകളോ ട്യൂബുകളോ എൻവയോൺമെൻറ്റിലേക്ക് വലിച്ചെറിയുന്നതോടുകൂടി എൻവയോൺമെൻറ്റ് ഗെറ്റ്സ് കണ്ടാമിനേറ്റഡ് വിത്ത് ദ മെർക്കുറി, സോ it is harmful to the environment. This is a main disadvantage of discharge lamps. So I think with this we can wind up today's class. We have learned about two types of lamps, which are incandescent lamps and discharge lamps. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ടങ്സ്റ്റൺ എന്ന് പറഞ്ഞ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസും അതേപോലെ ഡിസ്ചാർജ് ലാംപ്സിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Okay, so in the next class we will see about the LED lamps, light emitting diode lamps എന്ന് പറഞ്ഞ പുതിയൊരു ടൈപ്പ് ലാംപ്സിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ താങ്ക് യു.